ചിങ്ങനാത്ത് കടവ് പാലം അപ്രോച്ച് റോഡ് നിർമ്മാണത്തിന് സ്ഥലം ഏറ്റെടുക്കുന്നതിന് ഭൂവുടമകൾക്ക് നഷ്ടപരിഹാരമായി 10,03,99,198 രൂപ അനുവദിച്ചു. കിഫ്ബി സ്പെഷ്യൽ തഹസിൽദാരുടെ അക്കൗണ്ടിലേക്ക് തുക കൈമാറി നൽകി. സ്ഥലം ഏറ്റെടുത്തുകൊണ്ടുള്ള വിജ്ഞാപനവും ഭൂവുടമകൾക്ക് തുക കൈമാറലും ഉടൻ നടക്കും. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 48 കോടി രൂപ ചിലവിൽ നിർമ്മിക്കുന്ന ചിങ്ങനാത്ത് കടവ് പാലം അപ്രോച്ച് റോഡ് നിർമ്മാണ പ്രവൃത്തിയുടെ സ്ഥലം ഏറ്റെടുക്കൽ നടപടി പൂർത്തിയാവുകയാണ്. 2017 മാർച്ചിൽ KV അബ്ദുൽ ഖാദർ MLA ആയിരുന്ന കാലത്താണ് 40 കോടി ബജറ്റിൽ ചിങ്ങനാത്ത് കടവ് പാലം നിർമ്മാണം പദ്ധതിക്ക് അനുമതിയായത്. പിന്നീട് 2022 ജൂണിൽ പാലം നിർമ്മാണത്തിനും അനുബന്ധ റോഡിനും ഏറ്റെടുക്കേണ്ടി വരുന്ന സ്ഥലത്തിന്റെ ഉടമകളുടെ യോഗം NK അക്ബർ MLAയുടെ അധ്യക്ഷതയിൽ അധികൃതർ വിളിച്ചുകൂട്ടിയിരുന്നു. സ്ഥല ഉടമകൾക്ക് നഷ്ടപരിഹാരമായി 10.4 കോടി രൂപ അനുവദിച്ച് സ്പെഷ്യൽ തഹസിൽദാർക്ക് തുക കൈമാറി നൽകി. ഭൂമി ഏറ്റെടുത്തുകൊണ്ടുള്ള 19/1 വിജ്ഞാപനവും സ്ഥലം ഉടമകൾക്ക് തുക കൈമാറലും ഉടൻ നിർവഹിക്കും. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന വലിയ പദ്ധതികളിൽ ഒന്നാണിത്. പൊതുമരാമത്ത് വകുപ്പിന്റെ നിർവഹണ ഏജൻസിയായ കേരള റോഡ് ഫണ്ട് ബോർഡ് പാലവും അപ്രോച്ച് റോഡും നിർമ്മിക്കുന്നതിനുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കി സാങ്കേതികാനുമതി നൽകുന്ന നടപടിയായി ടെൻഡർ നടപടികൾ ആരംഭിച്ചു. പാലത്തിനും അപ്രോച്ച് റോഡിനുമായി 38 കോടി രൂപയാണ് ചെലവ്. 9.75 മീറ്റർ വീതിയിലും 253 മീറ്റർ നീളത്തിലുമാണ് പാലം നിർമ്മിക്കുന്നത്. പാലത്തിന്റെ ഇരുവശത്തും 1.5 മീറ്റർ വീതിയിൽ ഫുട്പാത്ത് നിർമ്മിക്കുന്നതാണ്. പാലത്തിന് സമീപം 9 മീറ്റർ വീതിയിൽ നിർമ്മിക്കുന്ന പ്രധാന റോഡിന് ഇരുവശത്തുമായി 3.5 മീറ്റർ വീതിയിൽ സർവീസ് റോഡും നിർമ്മിക്കുന്നുണ്ട്. നാഷണൽ ഹൈവേയിൽ നിന്നും ചാവക്കാട് ഗുരുവായൂർ പ്രദേശത്തേക്കുള്ള പ്രധാന ബൈപ്പാസായി ചിങ്ങനാത്ത് കടവ് പാലവും അപ്രോച്ച് റോഡും മാറും. ചിങ്ങനാത്ത് കടവ് പാലം സംബന്ധിച്ച അവലോകന യോഗം ചാവക്കാട് റെസ്റ്റ് ഹൌസിൽ ഗുരുവായൂർ MLAയുടെ അധ്യക്ഷതയിൽ ചേർന്നു. യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ H അക്ബർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KH സലാം, കൌൺസിലർമാരായ വിശ്വംഭരൻ, PA സീന, ഫബീന, നൌഷാദ്, KRFB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷിബു, റവന്യൂ വിഭാഗം സൂപ്രണ്ട് സിന്ധു, റവന്യൂ ഇൻസ്പെക്ടർ പ്രതാപൻ, KRFB അസിസ്റ്റന്റ് എഞ്ചിനീയർ രഞ്ജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു.